നമുക്കൊന്ന് വാലന്റൈൻസ് ഡേ ആയിട്ട് ഈ ചൂര കണ്ടിച്ച് തരച്ച് കറി വെക്കാം, എന്നിട്ട് മരിച്ചീനിയും കൂട്ടി കഴിക്കാം. അപ്പം നമുക്ക് അതിനാവശ്യമുള്ള കൊച്ചുള്ളി നമുക്ക് തൊലി കളഞ്ഞെടുക്കാം, അല്ലെങ്കിൽ വൃത്തിയാക്കി എടുക്കാം. പിന്നെ ഇതിൽ വേറൊരു കമൻറ്റ് വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മടിയിൽ വെച്ചാണ് അരിയുന്നതെന്ന് ചോദിച്ച ഒരു കമൻറ്റ് വന്നു. പിന്നെ ഇതൊക്കെ നമുക്കൊരു ശീലമായിപ്പോയി, ഒന്നും മാറ്റാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കൊച്ചുള്ളി എല്ലാം മടിയിൽ വെച്ച് തന്നെ അരിഞ്ഞൊക്കെ എടുക്കുക. അപ്പോൾ തന്നെ അമ്മ പറഞ്ഞു, മക്കളെടാ പെരടത്തിൽ പോയി, നമ്മളെ പെരടല്ല അപ്പുറത്തെ പെരടത്തിൽ പോയി നമ്മൾ നട്ടേക്കുന്ന നല്ല സാമ്പാർ മുളകുണ്ട്, നീ അത് പറിച്ചോണ്ട് പോവാ, അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല മണം കിട്ടും കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിലാണ് ഓരോ കറി വയ്ക്കുന്നത്. അപ്പം നമുക്ക് വരുന്ന കമൻറ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വയ്ക്കുക, ഇങ്ങനെ വയ്ക്കുക, ഇതുപോലെ വയ്ക്കും. അതൊന്നൊരു പ്രശ്നമല്ല. സത്യം പറഞ്ഞാൽ നമ്മളിത് വീട്ടിൽ വയ്ക്കുന്നില്ല. അപ്പം നമ്മളെ വീട്ടിൽ വയ്ക്കുന്ന കറി അതുപോലെ ഉള്ളു. അപ്പോൾ നമുക്കിനി കാരിമുളകെടുത്ത് അരിയാം. ഒരു കിഴക്കൻ മുളകും കൂടെ അരിഞ്ഞിടാം, നമ്മളേന്ന് പറിച്ച് മതി. ഇനി നമുക്ക് തേങ്ങ തിരുവി വെച്ചിട്ടുണ്ട്, അതിനെ വറുത്തെടുക്കാം. എന്നിട്ട് നമ്മൾ മൂപ്പിച്ചെടുക്കാം. ഈ തേങ്ങ ഏതാണ്ട് മൂക്കാറാകുമ്പോഴത്തേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി എല്ലാം കൂടെ ഇട്ട് ഒന്നും കൂടെ നേരെ മൂപ്പിച്ചെടുക്കും. ഇനി ഇതിലോട്ട് നമുക്ക് മഞ്ഞപ്പൊടി ഇടാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതും ഒന്ന് നനഞ്ഞതിന് ശേഷം ഇതൊക്കെ നല്ല മൂത്ത് നല്ല പരുവായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം അരച്ചെടുക്കാം. അതിലെന്തിനാ പുളിയും ഉപ്പും കൂടെ ചേർത്ത്, ഉള്ളിയും കൂടെയൊക്കെ ഒത്തിരി അരച്ച് ചേർത്ത് അരപ്പ് പോയിട്ട് വരാം. ആവശ്യത്തിനുള്ള ഉരുണ്ട പുളിയെടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കാം. വാളം പുളിയാണ് ചേർക്കണമല്ലോ? അല്ല, മീനെല്ലാം കഴുകി ഫ്രഷാക്കി ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കഴുകി അരിഞ്ഞും വച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ മീനിൽ കൂടെ ഇടും. ഓക്കെ. എന്നിട്ട് അരപ്പെടുത്തോണ്ട് കിട്ടുന്നു. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പങ്ങ് ഒഴിച്ചു കൊടുക്കും. പിന്നെ അരപ്പ് ഉപ്പും പുളിയും എല്ലാം അരച്ചിട്ടുണ്ട്. പുളിവെള്ളം ഒഴിച്ചാ പുളിയിൽ തന്നെ നമ്മൾ കൈകൊണ്ട് നിളായി കൊടുക്കണം. ഇതെല്ലാം റെഡിയാക്കി നമുക്കിതിനെ അടുപ്പിലോട്ട് വെച്ചു കൊടുക്കാം. കരിയേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ ഇലയൊക്കെ സെറ്റ് ആക്കി. അപ്പോൾ ഫസ്റ്റ് മരിച്ചീനി അമ്മ ചൂരക്കറി വെച്ചാൽ നമ്മൾ ഇതിലോട്ട്. ഓ നല്ല മണം മതി. നമുക്കിത് കഴിച്ചു നോക്കാം. കൊള്ളാം. പിന്നെ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പിൻ്റെ ഇതുണ്ട്, കുറവുണ്ട്. ഉപ്പ് ശകലം കുറവുണ്ട്. പിന്നെ കൊള്ളാം, സാധനം കൊള്ളാം. അത് വി പി ആണ് ഇപ്പോഴത്തെ എനിക്ക് വി പി ഇടുന്നുണ്ട്. വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ അരപ്പൊക്കെ അരയ്ക്കുമ്പം ഇഞ്ചി, വെളുത്തുള്ളി അല്ലേ, കുരുമുളക് ഇതെല്ലാം ചേർക്കുന്ന ആൾക്കുണ്ട്. പക്ഷെ നമ്മളിവിടെ ഇങ്ങനെയല്ലേ, ഓരോ സ്ഥലത്ത് ഓരോ രീതി. നമ്മൾ നൈസായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി. ഇത് വേറെ രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സ് വരുമ്പോൾ കുറേ ആൾക്കാരെന്ന് പറയും ഇങ്ങനെ അല്ലെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി നമുക്ക് ചോറും കിട്ടുന്നതിന്